ഒത്തിരിയും ദിവസങ്ങളായിട്ട് സംസാരിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടും സമയം കിട്ടാതെ മാറ്റി വെച്ച ഒരു ടോപ്പിക്കായിരുന്നു ഈ ടോപ്പിക്ക്. വിശ്വാസികൾ ആഭരണം വർജിക്കേണ്ടതുണ്ടോ? ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ ആഭരണത്തെക്കുറിച്ച് അങ്ങനെ അധികം ഡിസ്കസ് ചെയ്യുന്നത് കേട്ടിട്ടില്ല. അന്നത്തെ പ്രധാന ടോപ്പിക് എന്ന് പറയുന്നത് സ്നാനമായിരുന്നു. സ്നാനം, ശിശു സ്നാനം, വിശ്വാസ സ്നാനം, മുതിർന്ന സ്നാനം, ഇങ്ങനെയുള്ള സ്നാനത്തെക്കുറിച്ചുള്ള ടോപ്പിക്കായിരുന്നു അന്ന് ഭയങ്കരമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. പിന്നീട് പോകെ എല്ലാവർക്കും മനസ്സിലായി സ്നാനം ശരിയാണെന്നുള്ളത്. ഇൻക്ലൂഡിങ് അച്ഛന്മാർ വരെ അത് മനസ്സിലാക്കി. അനേകരത് രഹസ്യമായിട്ട് സ്നാനപ്പെടാൻ തുടങ്ങി. അനേകർ യോർദാനിൽ പോയി സ്നാനപ്പെട്ടു, എന്നിട്ട് വീണ്ടും പള്ളിയിൽ തന്നെ നിൽക്കുന്നു. അങ്ങനെ രഹസ്യമായി സ്നാനപ്പെട്ട അനേകരെ ഞാൻ കണ്ടുമുട്ടിയിട്ടുണ്ട്. എന്നാൽ പിന്നീട് ഈ മാല പെന്തക്കോസ്ത് വന്നതിൽ പിന്നെ ഇങ്ങനെയുള്ളവർക്ക് അതൊരു കാര്യമായി. കാരണം ആഭരണം ഊരാൻ അവർക്ക് ആഗ്രഹമില്ലാത്തവരാണ്. എന്നാൽ സ്നാനം ശരിയാണെന്ന് മനസ്സിലാക്കി സ്നാനപ്പെട്ടവരുണ്ട്. പക്ഷേ എങ്കിൽ ആഭരണം ഇട്ടുകൊണ്ട് തന്നെ അവർക്ക് ദൈവത്തെ ആരാധിക്കണം. എന്തായാലും ശരി, മാല പെന്തക്കോസ്ത് വന്നു. അതവർക്ക് വലിയൊരു സഹായമായി തീർന്നു. അങ്ങനെ മാല പെന്തക്കോസ്ത് വന്നതുകൊണ്ട് സ്നാനത്തെക്കുറിച്ച് വലിയ ഒരു ചർച്ച പിന്നീട് നടക്കുന്നത് കണ്ടിട്ടില്ല. പിന്നെ ഇപ്പം വന്നിട്ട് ആകെപ്പാടെ പരവേശം പിടിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്ന ആഭരണമാണ്. ഇനി ആഭരണം ഇട്ടതിൻ്റെ പേരിൽ എനിക്ക് സ്വർഗം നഷ്ടപ്പെട്ടു പോകുമോ എന്ന് വിചാരിച്ചിട്ട് ആണോ അവോ അറിയത്തില്ല. ആകെപ്പാട് ഒരു പെരളി പിടിച്ച് എല്ലാവരും കൂടെ ഈ ഒരു വിഷയത്തെ ഇപ്പം കുത്തിപ്പൊക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഞങ്ങളപ്പോൾ കേട്ടപ്പം അനേകം പാസ്റ്റർമാർ, പ്രത്യേകിച്ചും പാസ്റ്റർമാരാണ് ഈ വിഷയത്തെക്കുറിച്ച് ആധികാരികമായി സംസാരിക്കുന്നത് ഞങ്ങൾ കേട്ടു. വേദപുസ്തകത്തിൻ്റെ ആത്മാവ് ലളിത ജീവിതത്തെക്കുറിച്ച് പറയുന്നതാണ്. വേദപുസ്തകത്തിൻ്റെ ആത്മാവ് സ്വർണം ഉപയോഗിക്കുന്നതിന്, അണിയുന്നതിന് എതിരാണെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അപ്പം മദ്യപാനി നേടാൻ എന്തായി മാറുമെന്ന് എനിക്കറിയില്ല. മറ്റിതര സ്വഭാവ വൈകല്യങ്ങൾ ഉള്ളവരെ നേടാൻ വേണ്ടി അതുപോലൊക്കെ ആകുമോ അത്രയും റിസ്ക് ഡാമിയൻ പാസ്റ്റർ എടുക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം, പിശാചിനെ അല്ല. മുൻപ് നിങ്ങളുടെ ശരീരങ്ങൾ പിശാചിന്റെ മന്ദിരമായിരുന്നു. പിശാചിന്റെ ഇഷ്ടമനുസരിച്ച് നിങ്ങൾ നടന്നു, പ്രവർത്തിച്ചു, ജീവിച്ചു, പഠിപ്പിച്ചു, പറഞ്ഞു. എന്നാൽ ഒരു വിശ്വാസിയുടെ ഭാഗത്ത് നിന്നുകൊണ്ട് ആഭരണത്തെക്കുറിച്ച് ഞങ്ങൾ എന്താണ് മനസ്സിലാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് ഞങ്ങളുടേതായ ബുദ്ധിയിൽ നിന്നുകൊണ്ട് ദൈവവചനത്തിൻ്റെ വെളിപ്പാടിൽ ഇന്ന് ഞങ്ങൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ആഭരണം ശരി എന്ന് പറയുന്ന പെന്തക്കോസ്തുകാരുണ്ട്, ആഭരണം തെറ്റാണെന്ന് പറയുന്ന പെന്തക്കോസ്തുകാരുണ്ട്. അല്ല, ഇനി ആഭരണം ഇട്ടാലും കുഴപ്പമില്ല, അവർ വന്നോട്ടെ, നിന്നോട്ടെ, സ്നാനപ്പെട്ടോട്ടെ, കർത്തൃമേശ എടുത്താലും കുഴപ്പമില്ല, അത് വിലക്കാൻ ഞങ്ങൾ ആരുമല്ല എന്ന് പറഞ്ഞ് രക്ഷപ്പെടുന്ന സോ കോൾഡ് പെന്തക്കോസ്തുകാരെയും ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം മധ്യത്തിൽ കൂടെ ജീവിച്ചു പോകുന്ന ഒരു കൂട്ടം നിഷ്കളങ്കരായ അല്ലെങ്കിൽ വേർപെട്ട് അവരുടെ ഇടയിൽ തന്നെ ജീവിക്കുന്ന അനേകം പെന്തക്കോസ്തുകാരുമുണ്ട്. അത് കേരളത്തിൽ മാത്രമല്ല, ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഉണ്ടെന്നുള്ളത് ഞങ്ങൾ നന്നായി കണ്ടവരും അനുഭവിച്ചവരുമാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പറയാനുള്ളത്, ഒരു ഉപദേശത്തിൽ ഉറപ്പുണ്ടായിരിക്കണം. നീ ഞാനൊരു ഭാഷ പറഞ്ഞാൽ അത് വളവളാന്ന് നിൽക്കരുത്, തീർത്ത് കാര്യം പറയണം. IPC ആണെങ്കിലും ചർച്ചൊക്കെ ആണെങ്കിലും അസംബ്ലി തീർത്ത് പറയണം. ഇടാമോ ഇടാൻ പാടില്ലയോ തീർത്ത് പറ. അത് ഏത് ശരി ഏത് തെറ്റെന്നുള്ളത് നന്നായി ജനത്തെ പഠിപ്പിച്ച് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം ആ സത്യം പാസ്റ്റർമാർ നന്നായിട്ട് അറിയണം. കാരണം വേദികൾ ലഭിക്കുന്നത് അവർക്കാണ്. അതുകൊണ്ട് തന്നെ അവർ ആ സത്യം മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ജനത്തെ ആ രീതിയിൽ നന്നായി പഠിപ്പിച്ചെടുക്കാൻ പറ്റുകയുള്ളൂ. പിന്നെ ഈ കാലത്ത് ഇതൊന്നും പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ പാസ്റ്റർമാർ എത്തിച്ചേർന്നിരിക്കുകയാണ്. കാരണം സത്യം വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, നല്ല സ്ട്രോങ് ആയിട്ട് നിന്നുകൊണ്ട് വിശുദ്ധിക്ക് വേണ്ടി, വേർപാടിന് വേണ്ടി സംസാരിച്ചു കഴിഞ്ഞാൽ ജനം കുറഞ്ഞു പോകും, സഭ ഒരുമാതിരി ശോഷിക്കും എന്നതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും ആയി പോകട്ടെ, എനിക്കെങ്ങനെയെങ്കിലും ജീവിച്ചു പോകണം എന്നുള്ള രീതിയിൽ മാത്രം ഒതുങ്ങി പോകുന്ന പാസ്റ്റർമാരും സഭകളുമുണ്ട്. ഓക്കെ, ഇതിൻ്റെയൊക്കെ മധ്യത്തിൽ ഒരു വിശ്വാസി അവർക്ക് സത്യങ്ങൾ മനസ്സിലാക്കി ജീവിക്കണം എന്നുണ്ടെങ്കിൽ ദൈവവചനവുമായിട്ട് നല്ലൊരു ബന്ധം പരിശുദ്ധാത്മാവിലൂടെ നാം സ്ഥാപിച്ചെടുക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അല്ലാതെ ഒരൊറ്റ പാസ്റ്റർമാരെയും നോക്കിക്കൊണ്ടോ ഒരൊറ്റ സഭകളെ നോക്കിക്കൊണ്ടോ അല്ലെങ്കിൽ എഴുതി വെച്ചിരിക്കുന്ന ഉപദേശങ്ങൾ പഠിച്ച് മനസ്സിലാക്കിയത് കൊണ്ടോ നമുക്ക് ഈ കാലത്ത് ജീവിക്കാൻ പറ്റത്തില്ല എന്നുള്ളത് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അനുഭവമാണ്. അപ്പോൾ ഒത്തിരി ദീർഘമാക്കുന്നില്ല, നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ഈ ആഭരണം എന്ന് പറയുന്നത് ഒരു സംശയ വിഷയമായി നിന്നപ്പോൾ, അല്ലെങ്കിൽ ചിലർ പഠിപ്പിക്കുന്നുണ്ട് ഇതൊരു ഉപദേശ വിഷയമല്ല, ഇതൊരു ലൈഫ് സ്റ്റൈൽ ഇഷ്യൂ ആണ്, ഒരു ഉപദേശമായിട്ട് നമുക്ക് ജനത്തെ പഠിപ്പിച്ച് അടിച്ചേൽപ്പിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞുള്ള ഉപദേശങ്ങൾ പുറത്തു വന്നപ്പോൾ ഞങ്ങൾ പേഴ്സണലി ദൈവത്തോട് ചോദിച്ച് മനസ്സിലാക്കിയ ചില കാര്യങ്ങളാണ്. ഗലാത്യ ലേഖനം 2-ാം അധ്യായം
അതിൻ്റെ 18-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ഞാൻ പൊളിച്ചതിനെ വീണ്ടും പണിതാൽ നീ ലംഘനക്കാരനെന്ന് നിന്നെ തന്നെ തെളിയിക്കുന്നു. ഇത് വായിച്ചു കഴിഞ്ഞാൽ ഓളഫത്തിലും നമുക്ക് മനസ്സിലാവത്തില്ല ഇതും ആഭരണമായിട്ട് എന്ത് ബന്ധമാണ് ഉള്ളതെന്ന്. അങ്ങനെയെങ്കിൽ അത് നമുക്ക് പഴയ നിയമത്തിലേക്ക് പോകേണ്ടി വരും. ദൈവം പൊളിച്ചു കളഞ്ഞ ഒന്നാണ് ആഭരണം കൊണ്ട് പണിയപ്പെട്ട വിഗ്രഹം. അന്ന് ഇസ്രായേൽ മക്കളെ പുറപ്പെടുവിച്ച് ദൈവം തന്നെയാണ് പറഞ്ഞത്, നിങ്ങൾ അയൽവക്കക്കാരുടെ ആഭരണമൊക്കെ വാങ്ങിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ആഭരണമൊക്കെ വാങ്ങിച്ച് യാത്ര ചെയ്തു വരുമ്പോൾ അങ്ങനെ ആ ആഭരണം അവർ കൊണ്ടുപോയി തീയിലിടുന്നു. പെട്ടെന്ന് തന്നെ ഒരു കാളക്കുട്ടി പുറത്ത് വരുന്നു. ഈ കാളക്കുട്ടിയെ ദൈവത്തിന് തുല്യമാക്കി വെച്ചുകൊണ്ട് ഈ വിഗ്രഹത്തെ ആരാധിക്കുന്ന ജനത്തെ നോക്കി ദൈവം പറഞ്ഞത്, ജനം തങ്ങളെ തന്നെ വഷളാക്കിയിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഈ കൂട്ടരെ തന്നെ മറ്റൊരിടത്ത് പറയുന്നു, നിങ്ങൾ ദുശാഠ്യമുള്ള ജനമാണ്. ആഭരണം ഉപയോഗിക്കുന്ന ജനത്തെ നോക്കി പറഞ്ഞു, നിങ്ങൾ ദുശാഠ്യമുള്ള ജനമാണ്. അതെ, അങ്ങനെയെങ്കിൽ ഈ ആഭരണം എന്ന് പറയുന്നത് ശരീരത്തെ അശുദ്ധമാക്കുന്ന ഒന്നാണെന്നുള്ളത് നല്ല വ്യക്തമായിട്ട് അവിടെ പറയുന്നുണ്ട്. എന്നാൽ പഴയ നിയമത്തെ മാറ്റി നിർത്തി പുതിയ നിയമത്തിൽ മാത്രം നിന്നുകൊണ്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം വിശ്വാസികളുണ്ട്. അവർക്ക് വേണ്ടിയാണ് ദൈവത്തിൻ്റെ വചനം ഗലാത്യ ലേഖനത്തിൽ പറയുന്നത്, ഞാൻ അന്ന് പൊളിച്ചു കളഞ്ഞതാണ്, അന്ന് പൊളിച്ചു കളഞ്ഞതിനെ വീണ്ടും പണിതെടുത്താൽ ഞാൻ ലംഘനക്കാരനെന്ന് എന്നെ തന്നെ തെളിയിക്കുന്നു. അത് ഇങ്ങനെ ഒരു സത്യമാണ് ദൈവം ഞങ്ങളോട് സംസാരിച്ചത്. അതുകൊണ്ട് ഇതിൻ്റെ വചനത്തിൻ്റെ ആഴങ്ങൾ മനസ്സിലാക്കി അതിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ വീണ്ടും വീണ്ടും വചനത്തിൻ്റെ വെളിപ്പാടുകൾ ദൈവം കൊടുക്കുകയുള്ളൂ. അങ്ങനെ ഈ ഒരു സത്യം ഞാൻ എൻ്റെ ഉള്ളിൽ സൂക്ഷിച്ചു. മറ്റാരോടും ഞാൻ പറയാൻ പോയില്ല. വർഷങ്ങൾക്കപ്പുറത്ത് ഞങ്ങളൊരു പാസ്റ്ററെ കണ്ടുമുട്ടി. അങ്ങനെ അദ്ദേഹം ഞങ്ങളുടെ വീട്ടിൽ വന്നു. പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെ ഇരിക്കുമ്പോൾ ഞങ്ങൾ ഇങ്ങനെയുള്ള ഈ കാര്യങ്ങൾ സംസാരിച്ചു. അപ്പം അദ്ദേഹത്തോട് ഞങ്ങൾ ചോദിച്ചു, പാസ്റ്റർ ആഭരണത്തെക്കുറിച്ച് എങ്ങനെ സഭയെ പഠിപ്പിക്കുന്നത്, ജനത്തെ എന്താണ് പഠിപ്പിച്ച് മനസ്സിലാക്കുന്നത് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ എല്ലാവരും പറയുന്നതൊക്കെ തന്നെ എനിക്കും പറയാനുണ്ട്, പക്ഷെങ്കിൽ അതിനപ്പുറത്തേക്ക് ഞാൻ ദൈവത്തോട് വ്യക്തിപരമായി ചോദിച്ചപ്പോൾ ദൈവം എനിക്ക് തന്ന ഒരു വചനമാണ് ഗലാത്യ ലേഖനം 2-ാം അധ്യായം 18-ാം വാക്യം. അതെ, ഞാൻ പറഞ്ഞ ഇതേ വചനമാണ് ആ പാസ്റ്റർ അന്ന് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞത്. അപ്പോൾ പെട്ടെന്ന് എനിക്ക് ആശ്ചര്യം തോന്നി. കാരണം ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഏതൊരു കാര്യം 2-3 സാക്ഷികളുടെ വാമൊഴിയാൽ അത് തീർപ്പാക്കാം, ഉറപ്പിക്കാം എന്നുള്ളതാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. അന്ന് മുതൽ ഈ ഒരു വചനമാണ് പിന്നെ ഈ ആഭരണത്തോടനുബന്ധിച്ച് എൻ്റെ ഉള്ളിൽ ഞാൻ സൂക്ഷിച്ചിരിക്കുന്നു. ആര് ചോദിച്ചാലും അതിന് മറുപടി പറയുന്നതും ഈ ഒരു വചനത്തിൽ നിന്ന് മാത്രമാണ്. അതുകൊണ്ട് പുതിയ നിയമത്തിൽ ഇല്ല എന്ന് പറഞ്ഞ് ആർക്കും രക്ഷപ്പെടാൻ കഴിയത്തില്ല. ദൈവത്തിൻ്റെ വചനം എന്താ പറയുന്നത്, ഈ കമ്പ്യൂട്ടർ കൊണ്ടുവന്ന് അസംബിൾ ചെയ്യുന്നത് പോലെ ദൈവത്തിൻ്റെ വചനം അവിടുന്ന് ഇവിടുന്നൊക്കെ അസംബിൾ ചെയ്ത് വായിക്കുമ്പോഴാണ് അതിനെ ഒരു പൂർണ്ണരൂപത്തിൽ നമുക്ക് നമ്മുടെ ഉള്ളിൽ കൊണ്ട് നടക്കാൻ, അല്ലെങ്കിൽ ജീവിതത്തിൽ അതിനെ സൂക്ഷിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് പഴയ നിയമം മാറ്റി നിർത്തണമെന്നും പുതിയ നിയമം മാത്രം മതി എന്നൊക്കെ പറയുന്നവർക്കുള്ളതല്ല ഈ ദൈവത്തിൻ്റെ വചനം. അതിനെ മൊത്തത്തിൽ പുതിയതും പഴയതും ചേർത്ത് വെച്ച് പഠിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമുള്ളതാണ് ദൈവവചനത്തിൻ്റെ വെളിപ്പാടെന്ന് പറയുന്നത്. അല്ലാത്തവർക്ക് ജസ്റ്റ് യേശുവിനെ ഉപയോഗിച്ച് ഈ ഭൂമിയിൽ രക്ഷപ്പെട്ടു പോകാം. നിത്യത എന്ന് പറയുന്നത് അവരുടെ ഒരിക്കലും ഒരു ലക്ഷ്യം ആയിരിക്കുകയില്ല. ഇനിയും ഇതിനപ്പുറത്തെ കുറച്ചുകൂടെ നീ യാത്ര ചെയ്ത് സംസാരിച്ചു കഴിഞ്ഞാൽ ഈ നമ്മൾ എത്ര സത്യങ്ങൾ വിളിച്ചു പറഞ്ഞാലും ഈ വചനത്തിൻ്റെ വെളിപ്പാടുകൾ സ്വർഗത്തിൽ നിന്ന് ദൂതൻ വന്നിറങ്ങി നിന്ന് പറഞ്ഞാലും ശരി, അതിനെ എല്ലാവരും ഏറ്റെടുക്കണം എന്നില്ല. കാരണം ഞങ്ങൾ പഠിച്ച് മനസ്സിലാക്കിയത്തോളം ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ 3 കൂട്ടരാണുള്ളത്. ആ 3 കൂട്ടർ എന്ന് പറയുമ്പോൾ പുതിയ നിയമത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും, പ്രിയന്മാരും വിശുദ്ധന്മാരും വൃദ്ധന്മാരും. ഇങ്ങനെ 3 കൂട്ടത്തിലുള്ള ആൾക്കാരാണ്. അല്ലാതെ അവിടെ പിന്നെ ഇന്ന സഭയിലെ ആൾക്കാരെന്നോ ഇന്ന മതത്തിൽപ്പെട്ടവരെന്നോ അങ്ങനെ ഒന്നുമില്ല. പ്രിയന്മാരുടെ കൂട്ടത്തിൽ ദൈവം ചിലരെ ആക്കി വെച്ചിട്ടുണ്ട്. വിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ ദൈവം വിളിച്ചവരുണ്ട്, വൃദ്ധന്മാരുടെ കൂട്ടത്തിൽ ദൈവം ആക്കി വെച്ചിരിക്കുന്നവരുണ്ട്. സോ ഇങ്ങനെയുള്ളവർക്ക് 3 പേർക്കും കൊടുത്തിരിക്കുന്ന അവരുടേതായ ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ട് ഞാൻ പോകുന്ന ഹോസ്പിറ്റലിൽ അവിടെ അസിസ്റ്റന്റ് നേഴ്സ് ഉണ്ട്, സ്റ്റാഫ് നേഴ്സ് ഉണ്ട്, സീനിയർ സ്റ്റാഫ് ഉണ്ട്, ചാർജ് നേഴ്സ് ഉണ്ട്, നേഴ്സിംഗ് സൂപ്പർവൈസർ ഉണ്ട്, അതിനും മേലെ പിന്നെ നേഴ്സിംഗ് അഡ്മിൻ ഉണ്ട്. അങ്ങനെ ഇങ്ങനെയാണ് ഹൈറാർക്കി അവർ ആക്കി വെച്ചിരിക്കുന്നത്. അപ്പം ഇവരെല്ലാം ബേസിക്കലി നേഴ്സുമാരാണ് എന്ന് പറയുമ്പോൾ തന്നെ ഇവർക്കൊക്കെ കൊടുത്തിരിക്കുന്ന ഒബ്ജക്റ്റീവ് ഡിഫറൻ്റ് ആണ്. ഞാൻ അച്ചീവ് ചെയ്യേണ്ട ഒബ്ജക്റ്റീവ് അല്ല എൻ്റെ ചാർജ് നേഴ്സിനുള്ളത്, ആ ചാർജ് നേഴ്സിനുള്ള ഒബ്ജക്റ്റീവ് അല്ല സൂപ്പർവൈസർക്കുള്ളത്. സോ ഇങ്ങനെ അവരുടെ ഒബ്ജക്റ്റീവിൻ്റെ കട്ടി കൂടി വരും എന്ന് പറഞ്ഞ പോലെ തന്നെ പ്രിയന്മാരായി ജീവിക്കേണ്ടവർക്ക് കൊടുത്തിരിക്കുന്ന ഒബ്ജക്റ്റീവ് അല്ല ദൈവം വിശുദ്ധന്മാരെ ഏൽപ്പിച്ചിരിക്കുന്നത്. വിശുദ്ധന്മാരെ ഏൽപ്പിച്ചിരിക്കുന്ന ഒബ്ജക്റ്റീവ്സ് അല്ല വൃദ്ധന്മാർക്ക് കൊടുത്തിരിക്കുന്നത്. ഇനി ഇച്ചിരി ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ട് ആരാണ് ഈ പ്രിയന്മാരുടെ കൂട്ടത്തിൽ വന്നിരിക്കുന്നത്? ഞങ്ങൾ മനസ്സിലാക്കിയത്തോളം ഓൾമോസ്റ്റ് എന്ന് പറഞ്ഞ ഒരു 90% ഓഫ് ആൾക്കാരും പ്രിയന്മാരുടെ കൂട്ടത്തിൽപ്പെട്ടവരാണ്. അവർക്ക് ദൈവത്തോട് ഭയങ്കര സ്നേഹമാണ്. ദൈവവചനം അവർ ബൈഹാർട്ടാക്കുന്നവരാണ്. അന്യഭാഷ പറയുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ദൈവവചനം പ്രസംഗിക്കുന്നവരായിരിക്കാം. ഇങ്ങനെയൊക്കെ ഉള്ളവരാണ്. പക്ഷെങ്കിൽ ഈ യോസേഫിനെ പോലെ അപ്പൻ്റെ ദൃഷ്ടിയിൽ ഇച്ചിരി പ്രിയം കൂടിയവരാണ് ഇവർ. ഇവർക്ക് ചിലപ്പം നിലയെങ്കി തയ്പ്പിച്ച് കൊടുത്തെന്നിരിക്കും, അപ്പൻ്റെ കൂടെ മാർവോട് ചേർത്ത് വെച്ചെന്നിരിക്കും, എപ്പോഴും ചിലപ്പം ചുംബനം കിട്ടിയെന്നിരിക്കും, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്നേഹം ഭയങ്കരമായിട്ട് അവർ
അനുഭവിക്കുന്നവരായിരിക്കും. ഇങ്ങനെയൊക്കെ ഉള്ളവർ ഈ പ്രിയന്മാരുടെ കൂട്ടത്തിൽ വരും. അവരൊന്ന് കരഞ്ഞാൽ തന്നെ ദൈവത്തിൻ്റെ ഹൃദയം അങ്ങ് മനസ്സിലെയും. അങ്ങനെ അവർക്ക് വേണ്ടുന്നെല്ലാം കൊടുത്ത് ഈ ഭൂമിയിൽ അവരെ ഭയങ്കരമായിട്ട് കൈവെള്ളയിൽ കൊണ്ട് നടക്കുന്നു നമുക്ക് തോന്നിപ്പോകും. പക്ഷെങ്കിൽ അതിൻ്റെ അപ്പുറത്തേക്ക് വിശുദ്ധന്മാരെ കുറിച്ച് പറയുമ്പം അവർക്ക് സാധാരണ ഒരു ജീവിതം നയിക്കാൻ പറ്റത്തില്ല. എപ്പോഴും അവരുടെ ജീവിതത്തിൽ കഷ്ടങ്ങളായിരിക്കാം, ഇടുങ്ങിയ പാതയായിരിക്കാം ദൈവം അവർക്ക് കൊടുത്തിരിക്കുന്നത്. കാരണം അവരുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത് വെച്ചിരിക്കുന്ന ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ഗോൾ എന്ന് പറയുന്നത് ഡിഫറൻ്റ് ആണ്. അതിനനുസരിച്ചുള്ള അഭിഷേകം ദൈവം അവർക്ക് കൊടുക്കും, അതിനനുസരിച്ചുള്ള വചന വെളിപ്പാടുകൾ ദൈവം അവർക്ക് കൊടുക്കും, അതിനനുസരിച്ചുള്ള ആത്മീയ നിലവാരങ്ങൾ ദൈവം അവർക്ക് ഒരുക്കി കൊടുക്കും. അങ്ങനെ അവരെ ദൈവം കഷ്ടത്തിൻ്റെ തീച്ചുളോട് ചിലപ്പം നടത്തിയെന്ന് വന്നിരിക്കും. അതുകൊണ്ടുള്ള ദൈവത്തിൻ്റെ വചനം പറയുന്നത് നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിശുദ്ധിക്കൊത്തവണ്ണം നമ്മൾ നടക്കേണ്ടുന്നവരാണ്. അതിനനുസരിച്ചുള്ള കാര്യങ്ങളെല്ലാം ദൈവം അവർക്ക് ചെയ്തു കൊടുക്കും. ഒരുപക്ഷേ എല്ലാ കൂട്ടുകാരും അവരുടെ കൂട്ടുകാരായിരിക്കണമെന്നില്ല. എല്ലാവരും ജീവിക്കുന്ന പോലെ ജീവിക്കാൻ, എല്ലാവരും ആസ്വദിക്കുവാൻ, എല്ലാവരും പോകുന്ന പോലെ പോകുവാൻ ഒന്നും ദൈവം നമ്മളെ സമ്മതിക്കുകയല്ല. ഒരു വിശുദ്ധിയുടെ ചുറ്റുപാട് ദൈവം എപ്പോഴും അവർക്ക് കൽപ്പിച്ചു കൊടുക്കും. എല്ലാ സഭകളും അവർക്കുള്ളതല്ല. വിശുദ്ധമായി ജീവിക്കുന്ന ഒരു കൂട്ടം ജനത്തെ കണ്ടെത്തി, വിശുദ്ധി മാത്രം സൂക്ഷിക്കുന്ന സഭകളെ കണ്ടെത്തി, പിന്നെ വിശുദ്ധിയിൽ ജീവിക്കുന്ന കൂട്ടുകാരെ കണ്ടെത്തി, അങ്ങനെ എല്ലാം മൊത്തം അറ്റ്മോസ്ഫിയർ, ഇനി അവരെടുക്കുന്ന ശ്വാസം പോലും വിശുദ്ധി കൊണ്ട് നിറഞ്ഞതായിരിക്കും. ആ രീതിയിൽ ദൈവം അവരെ സൂക്ഷിക്കും. അങ്ങനെയുള്ള അതുകൊണ്ടാണ് ഇയ്യോബ് പറയുന്നത്, ഞാൻ എൻ്റെ കണ്ണുമായി ഒരു നിയമം ചെയ്തിരിക്കുന്നു, ഇനി ഒരു കന്യക ഞാൻ നോക്കുന്നത് എങ്ങനെ. അങ്ങനെയെങ്കിൽ ഇതുപോലെ ഓരോ അവയവങ്ങളോടും നിയമം ചെയ്ത് ജീവിക്കുന്ന ഒരു കൂട്ടമുണ്ട്. അവരെ വിശുദ്ധരുടെ കൂട്ടത്തിൽ ദൈവം ആക്കി വെച്ചിരിക്കും. ദൈവം അവരെ ഏൽപ്പിച്ചിരിക്കുന്ന വിശുദ്ധിക്കൊത്തവണ്ണം ജീവിച്ച് ആ ഒബ്ജക്റ്റീവ്സ് മൊത്തം തികച്ചെടുത്ത് അത് അച്ചീവ് ചെയ്യണം എന്നുള്ളത് ദൈവം അവരെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ഇനിയും അവസാനമായിട്ട് പറയുമ്പോൾ വൃദ്ധന്മാരെന്ന് പറയുമ്പോൾ വിശുദ്ധന്മാരെ പോലെയല്ല, ഇച്ചിരി അതുക്കും മേലെ എന്ന് വേണം പറയാം. കാരണം അവരുടെ ജീവിതത്തിൽ ഒരു പക്ഷേ അവർക്ക് വിവാഹ ജീവിതം കഴിക്കാൻ പറ്റി എന്ന് വരികയില്ല. പിന്നെ ഈ ലോകത്തിൽ ശരിക്കും എളുപ്പമുള്ള ഒരു ജീവിതം നയിക്കേണ്ടി വന്നേക്കാം. പിന്നെ ഇച്ചിരിയുടെ പുതിയ തീരുമാനങ്ങൾ, ഇച്ചിരി കട്ടികൂടിയ തീരുമാനങ്ങൾ അവരുടെ ജീവിതത്തിൽ എടുക്കേണ്ടി വന്നേക്കാം. അതുകൊണ്ടാണ് ശിംശോനോട് ദൈവം പറയുന്നുണ്ട്, ദൈവം ശിംശോനെ തിരഞ്ഞെടുത്ത് പറയുന്നുണ്ട്, വീഞ്ഞും മദ്യവും നീ കുടിക്കരുത്, പിന്നെ ഈ ക്ഷൗരക്കത്തി തലയിൽ തുടരുത്. ഇങ്ങനെയുള്ള ഇച്ചിരി കട്ടി കൂടിയ നിയമങ്ങൾ ദൈവം അവരുടെ ജീവിതത്തിൽ കൊടുത്തുന്നിരിക്കും. എല്ലാവരും ധരിക്കുന്ന പോലെ ഫാഷനബിൾ അല്ലെങ്കിൽ ലോകത്തിനനുസരിച്ചുള്ള വേഷങ്ങൾ ധരിക്കാൻ അവർക്ക് പറ്റിയെന്ന് വരികയില്ല. പിന്നെ തികച്ചും ലാളിത്യമുള്ള ഒരു ജീവിതം നയിക്കാൻ ദൈവം അവരെക്കുറിച്ച് ആഗ്രഹിച്ചിരിക്കും. കാരണം അവരുടെ ശരീരം അകത്തും പുറത്തും അവരുടെ ചിന്തകൾ, വിചാരങ്ങൾ സകലതും ദൈവത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട് ജീവിക്കേണ്ട ഒരു ജീവിതമാണ് വൃദ്ധന്മാരെന്ന് പറയുമ്പം അവരെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. സോ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവമക്കൾ എന്ന് പറയുമ്പോൾ തന്നെ അന്യഭാഷയിൽ സംസാരിക്കുന്നതോ അവർ വചനം പ്രസംഗിക്കുന്നതോ അവരെന്തെല്ലാം അത്ഭുതങ്ങൾ ചെയ്യുന്നതോ ഇതൊന്നും ദൈവത്തിനൊരു വിഷയമല്ല. കാരണം ദൈവം സ്നേഹിക്കുന്ന ഏവരുടെ മേലും പരിശുദ്ധാത്മാവിനെ ദൈവം നൽകി കൊടുക്കും. ആ പരിശുദ്ധാത്മാവാണ് അവരിൽ കൂടെ പ്രവൃത്തി ചെയ്യുന്നത്. അവർ കമ്മലിട്ടെന്നോ മാലയിട്ടെന്നോ മീശ ഒടിച്ചില്ലെന്നോ ഇതൊന്നും ദൈവത്തിനൊരു വിഷയമല്ല. അവരുടെ ഉള്ളിൽ ദൈവം ആക്കി വെച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവ് അതിൻ്റെ പ്രവൃത്തികളെ ചെയ്തുകൊണ്ടേയിരിക്കും എന്ന് കണ്ടുകൊണ്ട് പിന്നെ നമ്മുടെ ജീവിതം അത് ദൈവത്തിൻ്റെ ആ ഇഷ്ടത്തിനനുസരിച്ച് ജീവിച്ചു എന്ന് വരണമെന്നില്ല. ഞങ്ങൾ മനസ്സിലാക്കിയിടത്തോളം അല്ലെങ്കിൽ ഈ ദൈവവചനം അനേകർ പ്രസംഗിക്കുന്ന കേട്ടിടത്തോളം ഞങ്ങൾ മനസ്സിലാക്കിയത്, രക്ഷ നമ്മൾ നേടുമ്പോൾ നമ്മുടെ ആത്മാവാണ് രക്ഷിക്കപ്പെടുന്നത്. ഹൃദയത്തിൽ വിശ്വസിച്ച് വായിക്കൊണ്ട് ഏറ്റു പറയുമ്പോൾ രക്ഷ വരുന്നത് നമ്മുടെ ആത്മാവിനാണ്. പക്ഷെങ്കിൽ ദേഹി എന്ന് പറയുന്നത് ഇപ്പോൾ രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു അനുഭവത്തിലാണ്. എന്നാൽ ഈ ശരീരം എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ടിട്ടില്ല. അത് ഉയർത്തെഴുന്നേൽപ്പിൽ രക്ഷിക്കപ്പെടാനുള്ളതാണ്. അല്ലെങ്കിൽ അന്നാണ് ഈ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ് സംഭവിക്കുന്നതെന്നുള്ളതാണ് ഞങ്ങൾ പഠിച്ച് മനസ്സിലാക്കിയിരിക്കുന്നതും ഞങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് കേട്ടിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ ശരീരം എത്രത്തോളം വിശുദ്ധിയോടെ സൂക്ഷിക്കുന്നുവോ അത്രത്തോളം വിശുദ്ധിക്കനുസരിച്ചാണ് ഒരു ഉയർത്തെഴുന്നേൽപ്പ് നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്, ഈ ശരീരങ്ങളെ നമുക്ക് സമർപ്പിക്കാനുള്ളതാണ്. ആരാധനയ്ക്കായി ദൈവസേനയിൽ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ രഹസ്യ ജീവിതമായാലും പരസ്യ ജീവിതമായാലും ഈ ശരീരത്തെ ഒന്ന് സമർപ്പിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ എങ്ങനെ പരിശുദ്ധാത്മാവ് ഇടപെടുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. പലർക്കും പറ്റിപ്പോകുന്ന ഒരു തെറ്റ് ഇതാണ്, ഈ ശരീരത്തെ നമ്മൾ സമർപ്പിക്കുന്നില്ല. ഈ ശരീരത്തെ സമർപ്പിക്കണമെന്നുള്ള രീതിയിൽ ഫോക്കസ് ചെയ്ത് പാസ്റ്റർമാർ പഠിപ്പിക്കുന്നത് ഞങ്ങൾ കേട്ടിട്ടില്ല. ഈ ശരീരം ഇതിൻ്റെ ഇഷ്ടത്തിന് അങ്ങ് വിട്ടുകൊടുത്ത്, കാരണം നമ്മൾ നോക്കുമ്പം അന്യഭാഷ പറയുന്നുണ്ട്, ആരാധിക്കുന്നുണ്ട്, ചർച്ചിൽ പോകുന്നുണ്ട്, പെന്തക്കോസ്റ്റിൽ സ്നാനപ്പെടുന്നുണ്ട്, പെന്തക്കോസ്റ്റിൻ്റെ എല്ലാ രീതിയിലും ജീവിക്കുന്നുണ്ട്. പക്ഷെങ്കിൽ ഇവരെ നോക്കിക്കഴിഞ്ഞാൽ വിശുദ്ധി എന്ന് പറയുന്നത് ഇവർക്ക് ഏഴ് അയലത്ത് അകലെ നിൽക്കുന്ന ഒരു കാര്യമാണ്. വൃദ്ധന്മാരായി ജീവിതത്തെ സൂക്ഷിക്കുക എന്നുള്ളത് അവരുടെ ലേശം പോലും അടുത്ത് എത്തിയിട്ടില്ല. എന്ത് പൊട്ടത്തരവും പറഞ്ഞ്, എന്ത് കളിവാക്കും പറഞ്ഞ്, എന്ത് ചീത്തത്തരവും പറഞ്ഞ്
ഒരുമാതിരി ജഡീകന്മാരായി ലോകത്തിലുള്ളവരെ പോലെ ജീവിക്കുന്ന കാരണം അതിൻ്റെ ഒരേ ഒരു കാരണം അവരുടെ ശരീരം സമർപ്പിക്കപ്പെട്ടിട്ടില്ല. ഈ ശരീരത്തെ ഒന്ന് സമർപ്പിച്ച് കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് വന്ന് ഈ ശരീരത്തിൽ വസിച്ചുകൊണ്ട് നമ്മളെ നടത്തുന്നത് നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കുവാൻ കഴിയും. എല്ലാവരും ജീവിക്കുന്ന പോലെ ജീവിക്കാനും, എല്ലാവരും പറയുന്നത് പറയാനും, എല്ലാവരും ധരിക്കുന്നത് ധരിക്കാനും, ചിന്തിക്കുന്നത് ചിന്തിക്കാനും, എല്ലാവരും പാടുന്ന സിനിമാ പാട്ട് പാടാനും ഒന്നും നമ്മളെ സമ്മതിക്കുകയില്ല. ഒരു വിലക്കപ്പെട്ട ജീവിതം എല്ലായിടത്തും, അല്ലെങ്കിൽ ഒരു സെപ്പറേറ്റഡ് ലൈഫ് എല്ലായിടത്തും ദൈവം നമ്മളെ നയിക്കുന്നത് ഞങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുള്ളവരാണ്. അതുകൊണ്ട് ഈ ശരീരം സമർപ്പിച്ചൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ കമ്മൽ വേണോ, മാല വേണോ, ഇതിൽ പുട്ടിയിടണോ എന്നൊക്കെയുള്ള ദൈവം നന്നായി വൃത്തിക്ക് പഠിപ്പിച്ചെടുക്കുമെന്നുള്ളത് ഞങ്ങൾ അനുഭവിക്കുന്നവരാണ്. അത് തന്നെയാണ് അതിൻ്റെ വാസ്തവവും. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്, ചിലർ സൂര്യനെ പോലെ പ്രകാശിക്കും, ചിലരുടെ തേജസ് നക്ഷത്രങ്ങളെ പോലെ ആയിരിക്കും. നക്ഷത്രവും തമ്മിൽ തേജസ് കൊണ്ട് വ്യത്യാസമുണ്ട്. അതിൻ്റെ കാരണം ഈ ശരീരത്തെ, ഈ ജീവിതത്തെ മൊത്തത്തിൽ ദേഹം, ദേഹി, ആത്മാവിനെ നമ്മൾ ഏത് രീതിയിൽ സമർപ്പിച്ച് ജീവിക്കുന്നുവോ അതിനനുസരിച്ചാണ് ദൈവത്തിൻ്റെ തേജസ് നമ്മുടെ മേൽ പകരപ്പെടുന്നത്. പലരും പ്രസംഗിക്കുന്നത് കേട്ടു, അല്ലെങ്കിൽ അവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടെന്ന് കണ്ടു. നമ്മുടെ യേശു കർത്താവിന് കിട്ടിയ ബർത്ത്ഡേ ഗിഫ്റ്റ് ഗോൾഡ് ആയിരുന്നു. സ്വർഗത്തിൽ എത്തിക്കഴിയുമ്പോൾ അങ്ങനെയുള്ളവർക്ക് യേശുവിനെ കെട്ടിപ്പിടിക്കാൻ പോലും പറ്റില്ല, കാരണം മാറത്ത് പൊന്ന. അതൊക്കെ ശരിക്കും വെളിപ്പാട് അവർക്ക് ആ രീതിയിൽ കിട്ടിയിട്ടില്ല. കാരണം ദൈവത്തിൻ്റെ തേജസ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ പ്രതിഫലിക്കുന്ന അവൻ്റെ മുഖത്താണ്. അതുകൊണ്ടാണ് ആർക്കും മുഖത്തേക്ക് നോക്കാൻ പറ്റത്തില്ല. ദൈവത്തിൻ്റെ മുഖത്തുനിന്ന് വരുന്ന തേജസ്സാണ് മൊത്തം സിയോനെ, അല്ലെങ്കിൽ മൊത്തം സ്വർഗത്തെ പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ആ തേജസ്സിനെ നമ്മൾ ഈ ദൈവവചനം പഠിക്കുമ്പോൾ എപ്പോഴും റിസംബിൾ ചെയ്ത് നമുക്കത് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അതേ അർത്ഥത്തിൽ എഴുതി വെച്ചിരിക്കുന്ന അതേ വാക്കുകൾ അതുപോലെ നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ജസ്റ്റ് ഉപരിതലത്തിൽ നമുക്ക് എന്തെങ്കിലും മനസ്സിലാക്കിയെടുക്കാം. അനേകം ക്രിസ്ത്യാനികളെ, പെന്തക്കോസ്തുകാർ സഹിതം അനേകം ക്രിസ്ത്യാനികളെ നോക്കിക്കഴിഞ്ഞാൽ അവർ ഏറ്റവും കൂടുതൽ വായിക്കാൻ ഇഷ്ടപ്പെടുന്ന സങ്കീർത്തനമാണ്. കാരണം ലളിതമായ ഭാഷയിൽ ജീവിതത്തിൻ്റെ കാര്യങ്ങൾ, സങ്കടങ്ങൾ, വേദനകൾ അതുപോലെ എഴുതി വെച്ചിരിക്കുന്ന ഒരു പുസ്തകമാണ് സങ്കീർത്തനം. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും പെട്ടെന്ന് ആശ്വസിക്കാനും പെട്ടെന്ന് പഠിച്ച് മനസ്സിലാക്കാനും ഒക്കെ പറ്റുന്ന ഒരു പുസ്തകം സങ്കീർത്തനമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും വായിക്കാൻ ഇഷ്ടപ്പെടുന്ന സങ്കീർത്തനമാണ്. എന്നാൽ വെളിപ്പാട് പുസ്തകം ഒന്ന് വായിക്കാൻ ആരുടെങ്കിലും പറഞ്ഞ് ആരും വായിക്കുകയല്ല. കാരണം എന്തൊക്കെയോ കട്ടിയേറിയ വിഷയങ്ങൾ, എന്തൊക്കെയോ വെളിപ്പാടുകൾ, സ്വപ്നങ്ങൾ അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നു. അത് മനസ്സിലാക്കിയെടുക്കുക എന്നുള്ളത് ഭയങ്കര പ്രയാസമുള്ള വിഷയമാണ്. അതിനേക്കാളും കട്ടി കൂടിയതാണ് തോന്നുന്നത് മൊത്തം ലേഖനങ്ങൾ. അത് കട്ടിയായ കാര്യങ്ങൾ എഴുതി വെച്ചിരിക്കുന്ന അതേ രീതിയിൽ വായിക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് ബോറടിക്കും. എന്നാൽ ആത്മീയ കണ്ണ് തുറന്ന ഒരുവനോടൊന്ന് ചോദിച്ചു നോക്കണം, അവർക്ക് ഏതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലേഖനങ്ങൾ അവർ ഭയങ്കരമായി വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കും. വെളിപ്പാട് പുസ്തകം ഭയങ്കരമായി അവർ ഇഷ്ടപ്പെടുന്നവരായിരിക്കും. കാരണം ആത്മീയ കണ്ണ് തുറന്നവർ വെറുതെ മലയാളം അക്ഷരങ്ങൾ വായിച്ചു പോവുകയല്ല ചെയ്യുന്നത്. അവർ വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി, ഒരൊറ്റ വാക്ക് മതി, ആ വാക്കിൽ നിന്നുകൊണ്ട് ആഴങ്ങളിലേക്ക് ഇറങ്ങി അതിൻ്റെ മർമ്മങ്ങൾ തപ്പിയെടുത്ത് പുറത്തു വരുമ്പോൾ അവർ ദൈവവചനത്തെ രസിക്കുന്ന മറ്റൊരു ലെവലിലാണ്. ഇങ്ങനെയൊക്കെ പ്രസംഗിച്ച് ജനത്തിൻ്റെ സംശയങ്ങൾ മാറ്റി കൊടുക്കേണ്ടതിന് പകരം അത് സ്വർണം ഞാനും ധരിക്കും, സ്വർഗത്തിൽ ചെല്ലുമ്പോൾ സ്വർണ്ണമാണ്, യേശു ഇട്ടിരിക്കുന്ന സ്വർണ്ണമാണ്, അതുകൊണ്ട് ഞാനും അങ്ങനെ തന്നെ ജീവിക്കും, എന്നെ ഫോളോ ചെയ്യുന്നവരും അങ്ങനെ തന്നെ ജീവിച്ചോ, എങ്ങനെ വേണേലും ജീവിച്ചോ എന്നൊക്കെ പറഞ്ഞ് ഒരുമാതിരി കുഴച്ച് ഈ ആത്മീയ ലോകത്തെ വെച്ചിരിക്കുന്നത് കാണുമ്പോൾ സത്യത്തിൽ ഞങ്ങൾക്ക് സങ്കടമാണ് തോന്നുന്നത്. കാരണം ഈ സത്യങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് പാസ്റ്റർമാരാണ്. അവർക്ക് കിട്ടുന്ന വേദിയിൽ നിന്നുകൊണ്ട് ധൈര്യമായിട്ട് ഇത് വിളിച്ച് പറഞ്ഞ് ജനത്തെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഇതിനെ അംഗീകരിക്കാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും. കാരണം ദൈവത്തിൻ്റെ വചനം അവരിൽ ക്രിയ ചെയ്യും, പരിശുദ്ധം അവരെ സഹായിക്കുകയും ചെയ്യും. ആ രീതിയിൽ ജീവിച്ച് നല്ലൊരു ഉത്തമമായ നിത്യത പ്രാപിച്ചെടുക്കുവാൻ അവർക്ക് കഴിയും. കാരണം ദൈവത്തിൻ്റെ വചനം പറയുന്നു, അനേകം വാസസ്ഥലങ്ങൾ സ്വർഗത്തിലുണ്ട്, എല്ലാവരും ഒരിടത്ത് തന്നെ കൊണ്ടുപോയി ദൈവം ഇടുകയല്ലേ ചെയ്യുന്നത്. ഈ ലാസറിനോടും ഈ ധനവാനോടും പറഞ്ഞതുപോലെ, ലാസർ ഭൂമിയിൽ ജീവിച്ചപ്പോൾ ഇഷ്ടംപോലെ കഷ്ടം സഹിച്ച് ജീവിച്ചവനാ മകനെ. അതുകൊണ്ട് നീ നിൻ്റെ ജീവകാലത്ത് നീ ഇഷ്ടംപോലെ സുഖിച്ച് ജീവിച്ചത്, അതുകൊണ്ട് ഇവിടെ വന്ന് നിനക്കും സുഖിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പറ്റുന്ന കാര്യമല്ല, ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ നീതിയായ കാര്യമല്ല. അതുകൊണ്ട് ഈ ലോകത്തിൽ എല്ലാം ധരിച്ച് ലോകക്കാരെ പോലെ വേണ്ട എന്ന് പറഞ്ഞ് എനിക്ക് വേണ്ടി നിന്ന, എൻ്റെ നിയമം സൂക്ഷിച്ച, എൻ്റെ ഭക്തിയെ സൂക്ഷിച്ച്, എൻ്റെ വിശുദ്ധിയെ സൂക്ഷിച്ച് അങ്ങനെ ജീവിച്ച ചില ജനങ്ങളുണ്ട്. ആ ജനത്തിനുള്ളതാണ് എൻ്റെ കൂടെ സിയോനുള്ള വാസം, അല്ലെങ്കിൽ ദൈവത്തോടൊപ്പം വസിക്കുക എന്നുള്ളത്. അങ്ങനെയുള്ള ചിലർക്ക് വേണ്ടി മാത്രം വെച്ചിരിക്കുന്നതാണ്. അല്ലാത്തവർക്ക് പുതിയ ഭൂമിയുണ്ട്, പുതിയ ആകാശമുണ്ട്, ഇഷ്ടം പോലെ വാസസ്ഥലങ്ങളുണ്ട്. അങ്ങനെയുള്ളവർക്ക് അത് വിഭാഗിച്ചു കൊടുക്കുമ്പം അന്ന് വേദനിക്കാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള സത്യങ്ങൾ ആഴങ്ങൾ മനസ്സിലാക്കി അത് പാസ്റ്റർമാർ പഠിക്കുക, അത് മറ്റവർക്ക് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നിശ്ചയം അതിനെ ഫോളോ ചെയ്യുവാൻ അനേകർ കാണും എന്നുള്ളത് അത്
ഞങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ വചനം പറയുന്നു, സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യും. ആകയാൽ ഈ സത്യം അനേകരെ സ്വതന്ത്രമാക്കുവാൻ ദൈവം ഇടയാക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നമ്മെ ഏവരെയും സഹായിക്കട്ടെ. ഇപ്പൊ പറയാ അപ്പച്ചന്മാർക്ക് വിവരമില്ലായിരുന്നു, സാറപ്പത്തിന് വിവരമില്ലായിരുന്നു, ജിജുമ്മച്ചന് വിവരമില്ലായിരുന്നു, സി കെ ഡാനിയലിന് വിവരമില്ലായിരുന്നു. പത്തൻകുട്ടിയപ്പച്ചൻ, മെമ്പാലക്കുട്ടിയച്ചൻ, കുന്നത്തങ്കര കുട്ടിയൻ, അഷ്ടമുടിയുമ്മച്ചൻ, ചേത്തക്കയ്ക്ക് വെച്ചൻ, ഉള്ളായും ചെറിയാച്ചൻ, അഷ്ടമുടിയുമ്മച്ചൻ, ഇനി പറയണോ? അവരൊക്കെ ദർശനം പ്രാപിച്ചവരാ, വചനത്തിന് ഉപദേശത്തിൽ നിന്നവരാ. അന്നേരം 2-3 തലമുറയാഴ്ച പുത്തം കിട്ടിയപ്പോ നിനക്കല്ല ഇപ്പൊ നീ സായിപ്പൻ കാണുമ്പോ കവാത്ത് മറക്കുന്നേ. പഴയ കാലത്ത് ഊരി അമ്മമാർ എത്ര ഇടി കൊണ്ടു? എന്തിനാ? ഈ പ്രമാണത്തിന് വേണ്ടി നിന്നതാ. കുടുംബക്കാർ പരിഹസിച്ചില്ലേ, ആക്ഷേപിച്ചില്ലേ? ഞങ്ങൾക്കൊരു കുഞ്ഞാച്ചമ്മ ഉണ്ടായിരുന്നു, കൃഷ്ണാലി അങ്ങ് പറിച്ചു. ഒരാഴ്ച പിടിച്ചത് ഇടുക്കിയായിരുന്നു, ഇടിയുടെ പൂരം. കുഞ്ഞാച്ചമ്മ 10-60 കിലോ വല്ലതും കാണുമായിരിക്കും. അവരാഴ്ച നല്ല 80-85 കിലോ. അപ്പൊ കുഞ്ഞാച്ചമ്മ പറഞ്ഞ 85 കിലോയുടെ ഇടിയാണ് ഞാൻ മേടിച്ചെന്ന്. ഓരോ ഇടി ഇടിക്കുമ്പോൾ ഇടുപോടി ഇടണമെന്ന് അവരോട് കൊന്നാ ഞാൻ ഇടുകയല്ല, ഛർദ്ദിച്ചത് ഛർദ്ദിച്ചു.